നമസ്കാരം. ഞാനിപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ്. നമ്മുടെ മെട്രോ സ്റ്റേഷനാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അണ്ടർഗ്രൗണ്ടിലാണ്, വലിയ മെട്രോയാണ്, വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സുരക്ഷിതത്തോടുകൂടി തന്നെ നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്ക് എടുത്ത് മാറ്റിയത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ചെന്നൈയുടെ ഉള്ളേരിയയിലേക്കൊക്കെ ഈ കൊറോണയുടെ ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും മാസ്ക് വയ്ക്കുന്നില്ല, ഒരു പ്രിക്കോഷൻ എടുക്കുന്നില്ല. പക്ഷേ ഇവിടെ എണ്ണവും കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. പല യാത്രകൾക്ക് എത്താനും അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അതിൻ്റെ ഓരോ സെൻറ്ററുകളിലേക്ക് എത്താനും ഓരോ കണക്ട് ചെയ്ത് വിടുന്ന, അതായത് ഇപ്പോൾ ട്രാവൽസ് ഏജൻറ്റ്സ്, അതേപോലെ തന്നെ ട്രെയിനിങ് സെൻറ്റേഴ്സ്, ചെല്ലേണ്ട ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടാണ് തയ്യാറായാൽ മാത്രമാണ് ഇതിനകത്തേക്ക് വരുള്ളൂ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള യാത്രകൾക്കൊക്കെ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാനായിട്ട്, എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അതേപോലെ തന്നെ ബസ് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഷെയർ ഓട്ടോ പിടിക്കേണ്ട വന്ന്, പിന്നെ ഇപ്പോൾ ട്രെയിനാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ വന്ന് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ അവർ പറഞ്ഞത് മെട്രോ ഇല്ല, 15-ാം തീയതി വരെ മെട്രോ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മെട്രോ ഓടുന്നുണ്ടായിരുന്നു. അവർ നമ്മളെ പറ്റിച്ച് ഓട്ടോ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ നമുക്ക് താമസം, അതായത് ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് 1000 രൂപയ്ക്കാണ് നമ്മളുടെ നിന്ന് 2-3 പേരൊക്കെ ഉണ്ടായിട്ട് മേടിച്ചത്. അപ്പോൾ ഇതേപോലെയുള്ള കഷ്ടപ്പാടുകളൊക്കെ തയ്യാറായിട്ട്, അല്ലെങ്കിൽ ആ കഷ്ടപ്പാടുകളെ ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങുക എല്ലാ കാര്യത്തിലേക്കും. തീർച്ചയായിട്ടും വരുന്ന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ നന്ദിയുണ്ട്. വീണ്ടും കാണാം. കൂടെ വേണ്ടി